ഹലോ ഹായ് സ്മിത ബ്ലോഗ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇല്ല സദ്യ പാലട പായസം മിക്സ് വെച്ച് ഒരു പായസം ഉണ്ടാക്കാനാണ്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെയാണ്. ഞാൻ ഇന്നലെ സുപ്രീമിൽ കയറിയപ്പോൾ ഞാൻ ഇത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാക്കറ്റ് വാങ്ങിച്ച് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരളിയ പാലാണ് എടുത്തിരിക്കുന്നത്. മുരളിയ പാൽ നല്ല കട്ടിപ്പാലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കറിച്ചട്ടിയൊന്നുമല്ല. കാണുന്നവർ വിചാരിക്കും ഇത് കറിച്ചട്ടിയാണെന്ന്. ഇത് കറിച്ചട്ടിയല്ല, ഒരു കറിച്ചട്ടി പോലെയുള്ള ഉരുളിയാണ്. ഇതിൽ വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. ക്വാണ്ടിറ്റി കുറച്ചുള്ള പായസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. ഇത് നല്ല ഒതുങ്ങിയൊരു പാത്രമാണ് കേട്ടോ. ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് ഞാൻ അതിലേക്ക് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് തട്ടിയിട്ട് രാവിലെ തന്നെ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ തന്നെ പായസത്തിനുള്ള പരിപാടി. ഇത് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ടൈം മതി. നിമിഷ നേരം കൊണ്ട് നമുക്ക് പായസം റെഡിയാക്കാം. ഇത് അതിലേക്ക് തട്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഇതിൽ ഏലക്ക ഉണ്ട്, എന്നിരുന്നാലും ഞാൻ കുറച്ച് ഏലക്കയും പൊടിച്ച് ചേർത്ത് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി ചേർത്തു. ഇത് തിളച്ച് വരുമ്പം ചായ തിളച്ച് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് ചായയൊന്നും അല്ല കേട്ടോ, നല്ല ഒന്നാന്തരം പായസമാണ്. അടിപൊളി പായസം. നിങ്ങളിത് പായസം മിക്സ്, ഇതുപോലുള്ള പായസം മിക്സ് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ പായസം. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പായസമാണ്. നമുക്ക് അധിക സമയമൊന്നും വേണ്ടല്ലോ, നിമിഷ നേരം കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.